പല്ലൊഴിഞ്ഞ് മോണ കാട്ടിച്ചിരിക്കാൻ മടിയുള്ള മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ആത്മവിശ്വാസമാവുകയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ദഹാസം പദ്ധതി. കൊഴിഞ്ഞു പോയതും കേടായതുമായ പല്ലുകൾക്ക് പകരം കൃത്രിമ പല്ലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം കൂടുകയാണ്. 2016 പദ്ധതി ആരംഭിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവരുടെ ചിരിക്ക് തിളക്കം കൂട്ടാനാണ് മന്ദഹാസം പദ്ധതി ആരംഭിച്ചത് തന്നെ. പല്ലുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ, ഭാഗികമായി നഷ്ടപ്പെട്ടവർ, ശേഷിച്ചവ ഉപയോഗമില്ലാതെ നീക്കേണ്ടി വന്നവർ എന്നിവർക്കാണ് കൃത്രിമ പല്ലിന് സഹായം നൽകുന്നത്. വയോജന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ് മന്ദഹാസം പദ്ധതിക്ക് ആവശ്യമായ തുക ചെലവഴിക്കുന്നത്. 10,000 രൂപയാണ് ഒരാൾക്കായി ചെലവഴിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെ ദന്തൽ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്ന അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ജില്ലാ ഓഫീസുകളിൽ നൽകണം. സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ ആശുപത്രിയിലെ ദന്തൽ ഡോക്ടർമാർ എന്നിവർ ഉൾപ്പെടുന്ന സമിതി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും. തുക ആശുപത്രിക്ക് നേരിട്ടാണ് കൈമാറുക. അപേക്ഷകൾ അക്ഷയയിലെ സുനീതി പോർട്ടൽ വഴിയാണ് നൽകേണ്ടത്. BPL റേഷൻ കാർഡ് പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, അഗതി മന്ദിരത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, ശാരീരിക ക്ഷമതയുണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം. സർക്കാർ മന്ദിരങ്ങളിൽ വരുമാനമില്ലാതെ താമസിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നിന്നും ആശുപത്രിയിൽ നിന്നും വിവരം അർഹരെ അറിയിക്കുകയും ചെയ്യും. പല്ലിന്റെ അളവെടുത്താൽ 1 മാസത്തിനകം പുതിയ പല്ലിന്റെ സെറ്റ് സ്ഥാപിക്കും. തുടർന്നുള്ള പരിചരണവും ആശുപത്രിയിൽ നിന്ന് ലഭിക്കും.